ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ എംപിമാരും UDF എംപിമാരും ഒപ്പിട്ട് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അനുമതി ചോദിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ആഭ്യന്തരമന്ത്രിയെ കാണണം എന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഇന്ന് 4 മണിക്ക് ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എംപിമാരും ഞങ്ങൾ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. അവിടെ ഈ അറസ്റ്റും നടപടികളും അതിനുശേഷമുണ്ടായ കോടതി പ്രൊസീഡിംഗ്സിലുമെല്ലാം ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് മന്ത്രി തന്നെ ഞങ്ങളോട് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയേറെ നഗ്നമായ രീതിയിൽ നിയമവിരുദ്ധമായ രീതിയിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനും ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിയത്. അതിനനുകൂലമായി നിരവധിയായ പ്രസ്താവനകളാണ് BJPയുടെ നേതൃത്വത്തിലുണ്ടായത്. പാർലമെന്റിനകത്ത് അവരുടെ പ്രതിനിധികൾ സംസാരിച്ചപ്പോൾ ഉണ്ടായത്. എന്തായാലും കേരളത്തിലെ UDFും കേരളത്തിലെ എംപിമാരും ഏറ്റെടുത്ത അതിശക്തമായ പോരാട്ടം, അതിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ആളുകൾ നൽകിയ അതിശക്തമായ പിന്തുണ, ആ പിന്തുണ ഇതിന് സഹായകരമായി. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിലെ ഏതാണ്ട് ഒന്ന് പരിഹരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ചർച്ചകൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, ഇത് കേരളത്തിലെ ഇവിടെ ബഹുമാന്യരായ നമ്മുടെ എംപിമാര് സൂചിപ്പിച്ച് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ച പോലെ നമ്മെ വളരെ നടുക്കത്തിൽ ആഴ്ത്തിയ കേരളം മുഴുവനല്ല, രാജ്യം മുഴുവൻ, മതേതര ഭാരതം വളരെ ഉത്കണ്ഠയോടുകൂടി നോക്കി നിൽക്കുന്ന, വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണിത്. ഒട്ടേറെ പ്രശ്നങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ബഹുമാന്യരായ കന്യാസ്ത്രീകളായ സഹോദരിമാർ തടവറയിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നത് ഒരു നിലയിലും നമ്മുടെ ജനാധിപത്യത്തിനോ നമ്മുടെ മതേതരത്വത്തിനോ ഭൂഷണമല്ല. അതിലിവിടെ ബഹുമാന്യ സുഹൃത്തുക്കൾ ഇതിനകം സൂചിപ്പിച്ചതുപോലെ ശ്രീ പ്രേമചന്ദ്രനും ശ്രീ ആന്റണിയും മറ്റു അംഗങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ വളരെ ശക്തമായി നമ്മുടെ എംപിമാർ പാർലമെന്റിനകത്തും പുറത്തും ഇടപെടൽ നടത്തി. ആ ഇടപെടൽ പ്രത്യാശയുണ്ടാക്കുന്നുവെന്നുള്ള ആശ്വാസവുമായിട്ടാണ് എംപിമാർ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ അടുത്ത് വന്നിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരും മാധ്യമവും കേരളവും, രാഷ്ട്രീയ കേരളവും ഈ വിഷയത്തിൽ വളരെ വലിയ അമർഷം, പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഗതികൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് നമ്മോട് ഈ സംഭവം ആവശ്യപ്പെടുന്നത്. ഈ അവസരത്തിൽ ഉണ്ടായിട്ടുള്ള പ്രത്യാശ എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കപ്പെടട്ടെ. അതാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള BJPയുടെ മന്ത്രിമാർ പറഞ്ഞത്, അല്ലെങ്കിൽ BJPയുടെ മറ്റ് ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ ബന്ധപ്പെട്ടവരൊക്കെ കാണിച്ചതും അല്ലെങ്കിൽ പ്രതിഷേധിച്ചതും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ ഞാൻ വളരെ സത്യസന്ധമായി പറയുന്നു, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, ഞാൻ അദ്ദേഹത്തോട് നന്ദി കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ പോസിറ്റീവായി ഈ കാര്യത്തിൽ അദ്ദേഹം ആ ഒരു നടപടിക്രമത്തിലുണ്ടായ പെശകിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല ബോധവാനാണ്. അതുകൊണ്ട് അത് തിരുത്തണം. ഇവർ ഇന്നസെന്റ് ആണ്, ഇവർ നിരപരാധികളാണ് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു. അതൊരു നല്ല ലക്ഷണമാണ്, അത് നല്ല കാര്യമാണ്, അത് പോസിറ്റീവാണ്. അതിനെ ഞങ്ങൾ അംഗീകരിച്ചു, അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്താണെങ്കിലും ഇനി ഇങ്ങനെയുള്ള നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഒരു കേസിന്റെ പശ്ചാത്തലത്തിൽ മേലിൽ ഉണ്ടാകില്ല എന്നുള്ള വലിയ ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത്. നമ്മുടെ ഒരു ജനാധിപത്യ മതേതര പാരമ്പര്യത്തിന് ഉതകുന്ന വിധത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ, അവകാശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഈ കേസ് വഴി തെളിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഇന്നലെ ഞങ്ങൾ നിങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. NIAക്ക് ഈ കേസ് വിട്ടത് തെറ്റാണ്, നിയമപരമായി തെറ്റാണ്, നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെയാണ് വിട്ടതെന്ന വാദഗതിയാണ് ഞങ്ങൾ ഇന്നലെ മുതലേ പറഞ്ഞിരുന്നത്. അത് പൂർണ്ണമായും ശരിവെക്കുകയായിരുന്നു ഇന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ ഞങ്ങൾ കണ്ടപ്പോൾ NIAക്ക് ഈ കേസ് വിടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ വിട്ടിരിക്കുന്നു. പക്ഷെ NIA കോടതിയിൽ പോയതുകൊണ്ട് അതിന്റെ സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കാര്യത്തിൽ ഇതിന്റെ തുടക്കം മുതൽ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് തെറ്റാണെന്നും ഈ കന്യാസ്ത്രീകൾക്ക് നേരത്തെ ജാമ്യം കിട്ടേണ്ടതാണെന്നും ഇന്നലെ ജാമ്യം കിട്ടേണ്ടത്
അത് NIA കോടതിയിലേക്ക് വിട്ടതുകൊണ്ടാണ് ജാമ്യം ഇന്ന് കിട്ടാതിരുന്നതും. ആ NIA കോടതിയിലേക്ക് വിട്ട നടപടിക്രമം അതിന്റെ നടപടികൾ പൂർത്തീകരിക്കാതെ തികച്ചും ജനാധിപത്യ നിയമത്തിനെതിരെ എടുത്തൊരു നടപടിയാണെന്നുള്ള ഞങ്ങളുടെ ആവശ്യത്തെ പൂർണ്ണമായും ശരിയെന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അത് നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതിലാണ് ഞങ്ങൾക്ക് പ്രത്യാശയുള്ളത് ഇവർക്ക് ജാമ്യം കിട്ടുമെന്നുള്ളത്. ഈ കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിക്കാതെ പെട്ടെന്ന് അത് NIA കോടതിയിലേക്ക് മാറിയതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം NIA കോടതിയുടെ മുന്നിലേക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ലാത്ത, അത്രയും ഗൌരവമായ അല്ലെങ്കിൽ NIA കോടതിയിൽ പോകേണ്ട കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംഭവത്തിൽ പൊടുന്നനെ സെഷൻ ജഡ്ജി ഇത് NIA കോടതിയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് കേസ് അങ്ങോട്ട് റെഫർ ചെയ്തതിന്റെ പിന്നെ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയം ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ കന്യാസ്ത്രീമാര്, അതുപോലെ നമ്മുടെ പാസ്റ്റർമാര്, നമ്മുടെ വൈദികരൊക്കെ തന്നെ മിഷണറി പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഛത്തീസ്ഗഡിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബജ്റാംഗ് ദളിനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ, ബജ്റാംഗ് ദൾ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ ഇമാതിരി കയറൂരി വിട്ടാൽ നമ്മുടെ കൂടുതലും കേരളത്തിൽ പോയ മിഷണറിമാരാണ് കന്യാസ്ത്രീമാരായാലും പാസ്റ്റർമാരായിരുന്നാലും വൈദികരായിരുന്നാലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നു, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ, ഇതുപോലുള്ള കള്ളക്കേസുകൾ എടുത്താൽ എങ്ങനെ അവർക്കവിടെ കഴിയാൻ കഴിയും, എങ്ങനെ അവർക്കവിടെ പ്രവർത്തിക്കാൻ കഴിയും? അതിനുകൂടിയുള്ള സംരക്ഷണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തും ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി തുടർന്നുള്ള സംഭവങ്ങളിൽ അല്ലെങ്കിൽ തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ നടപടികൾക്ക് നിർദ്ദേശം നൽകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.